പിണറായി വിജയനും എം വി ഗോവിന്ദനുമെതിരെ CPM-ൽ പടയൊരുക്കം. പി രാജീവ്, KN ബാലഗോപാൽ, M സ്വരാജ് എന്നിവരടങ്ങുന്ന പുതിയ നേതൃനിര രൂപപ്പെടുന്നതായാണ് സൂചന. കഴിഞ്ഞ സഭാ സമ്മേളന കാലത്ത് KN ബാലഗോപാൽ പിണറായിയെ ശാസിച്ചതും ഇതിന്റെ ഭാഗമാണെന്നാണ് വിലയിരുത്തൽ. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, ഇന്നിപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ ചേരാനിരിക്കെ പുതിയ ഗ്രൂപ്പ് സമവാക്യം CPM-ന്റെ സംഘടനാ സംവിധാനത്തെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണോ? കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തോടെ പിണറായിസത്തിനും പിണറായി യുഗത്തിനും ഏതാണ്ട് അന്ത്യം കുറിച്ചിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണോ പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങൾ പാർട്ടിയിൽ പിടിമുറുക്കുന്നത്? ഗൗതം, മുമ്പൊന്നുമില്ലാത്ത തരത്തിലുള്ള ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ നിലവിൽ CPM-ൽ രൂപപ്പെടുന്നതായിട്ടാണ് വിവരം. അതായത് 2 തെരഞ്ഞെടുപ്പുകളിലും വലിയ ദയനീയമായ പരാജയമുണ്ടായിരുന്നു. തുടർഭരണം 2 തവണയായി തുടർഭരണം നടത്തിക്കൊണ്ടിരുന്നൊരു സർക്കാർ, ആ സർക്കാർ മറ്റ് തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ, അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് കടന്നപ്പോൾ അത് ദയനീയ പരാജയമായി മാറുന്ന സാഹചര്യം ആണ് ഉണ്ടായത്. തദ്ദേശ തെരഞ്ഞെടുപ്പായിക്കോട്ടെ, അതിനുശേഷം വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പായിക്കോട്ടെ, ഈ 2 തെരഞ്ഞെടുപ്പുകളും വലിയ രീതിയിൽ പരാജയം ഏറ്റുവാങ്ങേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു നേതൃമാറ്റം എന്നൊരു ആവശ്യം കൂടി ശക്തമാകുന്നത്. നേതൃമാറ്റം ഉണ്ടായില്ലെങ്കിൽ അതിൽ ഈ പാർട്ടിയെ തന്നെ പിടിച്ചെടുക്കുക, അല്ലെങ്കിൽ ഒരു പുതിയ ഗ്രൂപ്പ് സമവാക്യം രൂപപ്പെടുത്തിക്കൊണ്ട് നിലവിലെ നേതാക്കളായിട്ടുള്ള പിണറായി വിജയനെയും അതോടൊപ്പം തന്നെ MV ഗോവിന്ദനെയും അടക്കം ഘട്ടം ഘട്ടമായി മാറ്റി നിർത്തുക എന്നടക്കമുള്ള ഒരു നിലയിലേക്ക് എത്തുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി യോഗങ്ങൾ പലയിടങ്ങളിൽ നടന്നിരുന്നു, അവലോകന യോഗങ്ങൾ നടന്നിരുന്നു. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടത് ഈ പാർട്ടിയുടെ കീഴ്ഘടകങ്ങളിൽ, അതായത് ലോക്കൽ ഏരിയ കമ്മിറ്റികളിലടക്കം പിണറായി വിജയനെയും അതോടൊപ്പം തന്നെ MV ഗോവിന്ദനെയും എതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. രണ്ടുപേരുടെയും ശൈലിയാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമായത് എന്നതടക്കമുള്ള തരത്തിൽ ആക്ഷേപങ്ങളുണ്ടായിരുന്നു, വിമർശനങ്ങളുണ്ടായിരുന്നു. രൂക്ഷമായ ഭാഷയിലാണ് ഏരിയ കമ്മിറ്റികളിലും അതോടൊപ്പം തന്നെ ലോക്കൽ കമ്മിറ്റികളിലും എല്ലാം വിമർശനങ്ങളുണ്ടായിരുന്നത്. ഇതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ ഒരു നേതൃമാറ്റം എന്ന നിലയിലേക്ക് ഒരു നീക്കങ്ങൾ നടക്കുന്നത്. അതായത് KN ബാലഗോപാലും M സ്വരാജും P രാജീവും അടക്കമുള്ള നേതാക്കൾ അവർ മുൻനിരയിലേക്ക്, നേതൃനിരയിലേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതിൻ്റെ ഒരു അത്തരം നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. പിണറായി വിജയൻ ഇത്രയും കാലം ഏകാധിപതിയെ പോലെയാണ് സഭയ്ക്കകത്തും പുറത്തുമെല്ലാം പാർട്ടിയിലുമെല്ലാം വാണത്. എന്നാൽ ആ പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് നേതാക്കൾ എത്തിയിരിക്കുന്നു. സഭയിൽ അതാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. ഇത്തരത്തിൽ പിണറായി വിജയനോട് സംസാരിക്കണമെന്നടക്കമുള്ള ആവശ്യപ്പെട്ടുകൊണ്ട് KN ബാലഗോപാൽ എഴുന്നേറ്റെന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. മാത്രമല്ല പിണറായിയെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, LOP പ്രതികരിക്കണം, ഇങ്ങനൊന്നും കേട്ടിരിക്കേണ്ട ആവശ്യം പാർട്ടിക്കില്ല, അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രതിപക്ഷത്തിനില്ല, അതുകൊണ്ട് എന്തുകൊണ്ട് LOP മിണ്ടുന്നില്ല, LOP സംസാരിക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കർശനമായ രീതിയിൽ പിണറായിയെ ശാസിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. ഇതിലെല്ലാം സൂചിപ്പിക്കുന്നത്, ഇതെല്ലാം കൊടുക്കുന്ന സൂചനകളെന്ന് പറയുന്നത് പിണറായിക്കും MV ഗോവിന്ദനും അതീതമായൊരു രാഷ്ട്രീയ സാഹചര്യം, ഒരു നേതൃമാറ്റം രൂപപ്പെടുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതുതന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം സൂചിപ്പിക്കുന്നത്. ഇതിന് പിന്നിൽ ഒരുപറ്റം മുതിർന്ന നേതാക്കളുമുണ്ട്. അതായത് പിണറായിയുടെയും MV ഗോവിന്ദൻ്റെയും നിലവിലെ രീതികളോട് പൊരുത്തപ്പെടാൻ കഴിയാത്ത കണ്ണൂരിൽ നിന്നടക്കമുള്ള ഒരുപറ്റം നേതാക്കളുണ്ട്. EP ജയരാജൻ, PK ശ്രീമതി അടക്കമുള്ള ഒരുപറ്റം നേതാക്കൾ ഇതിന് പിന്നിൽ കൂടി പ്രവർത്തിക്കുന്നു എന്നതടക്കമുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ പിണറായി യുഗത്തിന് പാർട്ടിയിലും അന്ത്യം ആകുന്നു എന്ന് വേണം പറയേണ്ടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ MV ഗോവിന്ദനെതിരെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തന്നെ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയ നേതാക്കൾ, അതായത് വിമതർ എന്ന് ആരോപിച്ചുകൊണ്ട് പാർട്ടിയിൽ നിന്ന് മാറി മത്സരിച്ച് വിജയിച്ച 2 MLA-മാർ, ആ MLA-മാരെ ഇത്തരത്തിൽ MLA-മാർക്കെതിരെ MV ഗോവിന്ദൻ നടത്തിയ പ്രതികരണങ്ങൾ പോലും, അത് വർഗശത്രുക്കൾ എന്ന രീതിയിൽ നടത്തിയ പ്രതികരണങ്ങൾ പോലും പാർട്ടിയിൽ തന്നെ ഒരു വിഭാഗത്തിന് എതിർപ്പുണ്ടായിരുന്നു. ആദ്യം അത് ഇത്തരത്തിൽ നിരവധി നേതാക്കൾ, അതായത് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഈ MV ഗോവിന്ദൻ്റെ പരാമർശത്തിനെതിരെ നിരവധി നേതാക്കൾ പ്രത്യക്ഷമായിട്ടല്ലെങ്കിൽ പോലും പരോക്ഷമായിട്ട് പ്രതികരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇത്തരത്തിലുള്ള നിരുത്തരവാദപരമായിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംസാരങ്ങളാണ്, വാക്കുകളാണ് പാർട്ടിയിൽ നിന്ന് തന്നെ ഓരോ വിഭാഗങ്ങളെയും ഓരോ വിഭാഗങ്ങളും അവിടെ നിന്നും മാറിപ്പോകുന്ന സാഹചര്യം ഉണ്ടായത്. പാർട്ടിയിലെ പ്രധാന നേതാക്കളെല്ലാം ഇത്തരത്തിൽ വിട്ടുപോകേണ്ട സാഹചര്യം ഉണ്ടായതെല്ലാം ഈ പെരുമാറ്റമാണ്, നേതാക്കളുടെ പെരുമാറ്റമാണ്. മാത്രമല്ല വിട്ടുവീഴ്ചയില്ലാത്ത, നയമില്ലാത്ത തരത്തിൽ പിണറായി വിജയൻ്റെ സംസാരം, ഭാഷ, ശൈലി, ശരീരഭാഷ, ഇതെല്ലാം പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമായി എന്നാണ് വിലയിരുത്തലുണ്ടാകുന്നത്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഒരു നേതൃമാറ്റം എന്നൊരു ആവശ്യം നേരത്തെ തന്നെ പാർട്ടി ശക്തമായിരുന്നു. ആ നേതൃമാറ്റത്തിന്റെ കാര്യങ്ങളെല്ലാം മുഹമ്മദ് റിയാസ്
അടങ്ങുന്ന ഒരു ബെൽറ്റിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ പിണറായി നടത്തുന്ന ശ്രമങ്ങൾ കൂടി ഇവിടെ മറ്റൊരു ചേരിയെ ശക്തിപ്പെടുത്താൻ വഴിവെക്കുന്നുണ്ടല്ലോ. കാരണം പിണറായിക്ക് ശേഷം മരുമകൻ എത്തും എന്നത് സംബന്ധിച്ചുള്ള വലിയ പ്രചരണം സംഘടനയ്ക്കകത്ത് തന്നെ, പാർട്ടിക്കകത്ത് തന്നെ വളരെ ശക്തമായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണോ മുഹമ്മദ് റിയാസിന് ബദലായി കൂടി അപ്പുറത്ത് മറ്റൊരു നിര ഉയർന്നു വരുന്നത്? ഗൗതം, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം ഏവരെയും അത് പാർട്ടിയിലേക്ക് അകത്തും പുറത്തുമുള്ളവരെ ഞെട്ടിച്ചുകൊണ്ടാണ് അവിടെ മുഹമ്മദ് റിയാസിനെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. അത്തരത്തിൽ അതും പ്രധാനപ്പെട്ട വകുപ്പുകൾ കൊടുത്തുകൊണ്ടൊരു മന്ത്രിസ്ഥാനത്തേക്ക് മുഹമ്മദ് റിയാസ് വരുന്നു. ആ മുഹമ്മദ് റിയാസ് വന്നത് മാത്രമല്ല, ഇത്തരത്തിൽ പിന്നീട് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, അതായത് എം വി ഗോവിന്ദനും അപ്പുറത്ത് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പിണറായി കഴിഞ്ഞാൽ പിന്നീട് മുഹമ്മദ് റിയാസ് എന്ന നിലയിലേക്ക് എത്തുന്നൊരു സാഹചര്യമുണ്ടായി. വലിയ പരിഗണന, അതായത് ഈ പാർട്ടിക്കുള്ളിലായാലും ശരി, സർക്കാരിലായാലും ശരി, മുന്നണിയിലായാലും ശരി, ഒരു അപ്രമാദിത്വം മുഹമ്മദ് റിയാസ് കൈക്കലാക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. മുഹമ്മദ് റിയാസിന് ഒരു പരിഗണന ലഭിക്കുന്നു സാഹചര്യമുണ്ടായിരുന്നു. ഇതിലൊക്കെ ഒരു വിഭാഗം നേതൃത്വത്തിലേക്ക് അതൃപ്തി ഉണ്ടായിരുന്നു. അതായത് സീനിയറായിട്ടുള്ള നിരവധി നേതാക്കൾ ഉണ്ടെന്നിരിക്കെയാണ് അവരെ എല്ലാവരെയും വെട്ടിമാറ്റിക്കൊണ്ട് ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള, അതിൽ തെരഞ്ഞെടുപ്പിൽ തന്നെ നിരവധി തെരഞ്ഞെടുപ്പുകളിൽ പരാജയം മാത്രം ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു നേതാവിനെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നടത്തിയ ഒരു വിജയം വരിക്കാത്ത ഒരു നേതാവിനെ പെട്ടെന്ന് ജയിച്ച് നിയമസഭയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ ജയിച്ചു വരുന്ന ആളെ തന്നെ പിടിച്ച് മന്ത്രിയാക്കുന്ന നിലയിലേക്കൊക്കെ കൊടുത്തത് പാർട്ടിയിൽ തന്നെ ഒരു വിഭാഗത്തിൽ വലിയ രീതിയിൽ അമർശനമുണ്ടായിരുന്നു. ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ പുതിയൊരു ചേരി രൂപപ്പെടുന്നതിന് കാരണം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കാരണം പിണറായി കഴിഞ്ഞാൽ അടുത്ത ആര് എന്ന് ചോദിക്കുമ്പോൾ അത് റിയാസ് എന്ന നിലയിലേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അത് മാത്രമല്ല, മറ്റൊരു കാര്യം എന്നത്, കഴിഞ്ഞ കുറേ കാലമായി കണ്ണൂർ കേന്ദ്രീകൃതമായൊരു ലോബിയാണ് ഈ സംസ്ഥാനത്തെ രാഷ്ട്രീയം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, CPM രാഷ്ട്രീയം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ലോബികൾ അത് പിണറായി കഴിഞ്ഞാൽ കോടിയേരി കഴിഞ്ഞാൽ എം വി ഗോവിന്ദൻ, ഇങ്ങനെ മാറി വരുന്ന ഒരു കണ്ണൂർ ലോബി ഉണ്ടായിരുന്നു എന്നൊരു ആക്ഷേപം പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അത്തരം ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അത്തരം ആളുകൾക്കെതിരായിട്ടൊരു സഖ്യം എന്ന നിലയിൽ ഒരു ബദൽ ചേരി ഇവിടെ രൂപപ്പെടുന്നത്. എന്തായാലും ഒരു കാര്യം എടുത്തു പറയാം, പിണറായി യുഗത്തിന് ഏകദേശം അന്ത്യം കുറിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതിന്റെ കരുനീക്കങ്ങൾ പാർട്ടിയിൽ ആരംഭിച്ചു കഴിഞ്ഞു. അങ്ങനെ പിണറായി യുഗത്തിന് ഏതാണ്ട് അന്ത്യമായിരിക്കുകയാണ്. CPM-ൽ മറ്റൊരു ചേരി കൂടുതൽ ശക്തിപ്പെടുന്നു. ബാലഗോപാലും അതോടൊപ്പം തന്നെ എം സ്വരാജും ഒക്കെ അടങ്ങുന്ന പുതിയൊരു ചേരിയാണ് പിണറായി വിജയൻ അപ്പുറത്തേക്ക്, അല്ലെങ്കിൽ പരമ്പരാഗത കണ്ണൂർ ലോബിക്ക് അപ്പുറത്തേക്ക് പാർട്ടിയിൽ പിടിമുറുക്കുവാനുള്ള ശ്രമം നടക്കുന്നത്. ഇന്നിപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ ആരംഭിക്കാനിരിക്കുകയാണ് ഈ നിർണായകമായ ഗ്രൂപ്പിസം പാർട്ടിക്കകത്ത് കൂടുതൽ ശക്തമാകുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിശദാംശങ്ങൾ നൽകിയത്.